നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇനിയിപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. 95 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ചിലവഴിക്കുന്നത്. 5 വർഷത്തെ ഒരു കരാറിലായിരിക്കും താരം ക്ലബ്ബുമായി ഒപ്പുവെക്കുക. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയും ടാലന്റ് ഉള്ള ഒരു താരത്തെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമാകുന്നത്. പക്ഷെ ചെറിയ ഒരു തുകക്കായിരുന്നു 2 വർഷങ്ങൾക്ക് മുന്നേ അവർ റിവർ പ്ലേറ്റിൽ നിന്നും ഈ ഒരു സൂപ്പർ താരത്തെ കൊണ്ടുവന്നത്. ഇപ്പോൾ വലിയൊരു തുകക്ക് അദ്ദേഹത്തെ വിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായി ഇത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഹൂലിയൻ ആൽവരസിനെ പോലെയുള്ള ഒരു മികച്ച താരത്തെയാണ് അവരിപ്പോൾ കൈവിടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെലിഗ്രാഫ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഹൂലിയൻ ആൽവരസിന്റെ സ്ഥാനത്തേക്ക് ഒരു സ്ട്രൈക്കറെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുന്നേ തന്നെ എത്തിക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്ലാനുകൾ ഉണ്ട് എന്നാണ് ടെലിഗ്രാഫ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവ്സിന്റെ പോർച്ചുഗീസ് സ്ട്രൈക്കറായ പെഡ്രോ നെറ്റോയെയാണ് അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ പെഡ്രോ നെറ്റോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വരാൻ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം സ്റ്റാർട്ടിംഗ് 11-ൽ അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം അവിടെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഏർലിംഗ് ഹാലൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെഡ്രോ നെറ്റോയെ പോലെയുള്ള ഒരു താരം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമ്മറിൽ ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം നിരസിച്ചുകൊണ്ട് വോൾവ്സിൽ തന്നെ തുടരാൻ തീരുമാനിച്ച ഒരു താരമാണ് പെഡ്രോ നെറ്റോ. ഇപ്പോൾ സിറ്റിയുടെ ഒരു താല്പര്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ 20 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 2 ഗോളുകളും 9 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ ഒരു പോർച്ചുഗീസ് സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.